മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നാടങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇതുപോലെ ഏപ്രിൽ മാസമുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിന്റെ ഓർമ്മയിലാണ് കൊല്ലം പരവൂർ. 110 പേരുടെ ജീവൻ അപഹരിച്ച പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ 10 ആണ്ടുകൾക്കിപ്പുറവും അവിടെ അതുപോലെ തന്നെ ശേഷിക്കുകയാണ്. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് ആ നാടും അമ്പലമുറ്റവും മോചിതരായിട്ടുമില്ല. കൂട്ടുകാർക്കൊപ്പം ആവേശത്തോടെ ഉത്സവം കൂടാൻ പോയതാണ് വിജേഷ്. വീട്ടുകാരോട് പറഞ്ഞ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചു വരാത്തൊരു യാത്രയായി മാറുമെന്ന് ആരും കരുതിയില്ല. അപകടമുണ്ടായെന്നറിഞ്ഞപ്പോഴും മകൻ സുരക്ഷിതനായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബാബുവും ഓമനയും. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ആയുസ്സുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ഒരു 5-5 പോയി കെട്ടുകാഴ്ചകളെ കാണാനായിട്ടൊക്കെ പോയിട്ട് ഒരു 7-7 തിരിച്ചു വന്നപ്പോൾ മോൻ ഇവിടെ ഇരിക്കുന്ന രണ്ടൊന്ന് അവരെ കൂട്ടുകാരുമായിട്ടൊക്കെ അങ്ങനെ ഞാൻ ഒരു ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് അതെല്ലാം മരം കിടന്നുള്ളി പറക്കി തന്ന് ഇട്ട് ഗേറ്റും കഴിഞ്ഞാൽ അപ്പോഴേ 7-8 മണിയാവാറായി. മരം എല്ലാം കൂടെ പോയി കണ്ടത് തന്നെ. പിറ്റേന്ന് പിന്നെ ആംബുലൻസിനകത്ത് കൊണ്ടുവന്നു. നമ്മളെ ഈ ഒരു മോനെ ഞാൻ കൂലി വരെ വളർത്തി കിട്ടിയില്ല. ആ ഒരു സങ്കടം എപ്പോഴും ഉണ്ട്. ഇന്ന് തൃശൂരിലെ മുണ്ടത്തിക്കോട്ട് ദുരന്തത്തിൽ നിന്ന് ജീവൻ കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ട സുഭദ്രയെ കാണുമ്പോൾ വേണുവിന് ഓർമ്മ വരുന്നത് തന്റെ മുഖം തന്നെയാണ്. പൊട്ടിയപ്പോൾ തെറിച്ച് വീണ്ടാന്ന് എനിക്ക് തോന്നണത്. ഒന്നും കാണാൻ പറ്റില്ല. ഒന്നും നമ്മൾ മനുഷ്യന്മാരല്ലേ ആരെങ്കിലും. ഈ കമ്പപ്പരയ്ക്കകത്തോട്ട് ഒരാൾ ഓടിക്കയറി. അയാൾ തിരിച്ചിറങ്ങി തെക്കോട്ടാണ് ഓടിയത്. അയാൾ ഓടി ഒരു 1-2 മിനിറ്റ് ഇവിടെ പൊട്ടുകയും ചെയ്തു. എൻ്റെ മക്കൾ വന്ന് എന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കകത്ത് 2 അടിയോളം താഴ്ചയിലിരിക്കുകയാണ് ഞാൻ. ഈ കാല് പോയതൊന്നും അപ്പോൾ നമ്മൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അതോ പൊട്ടുന്നത് മാത്രം പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്പലമുറ്റത്തിരുന്ന് തെക്കേ കമ്പപ്പുരയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ജീവൻ നൽകിയ ദേവിയോടുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന പലരും ഇല്ലാതായതിന്റെ നീറ്റൽ ആ പ്രാർത്ഥനകൾക്കും മേലെയാണ്. നമുക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിൻ്റെ ആ ജട്ടിലിൽ നിന്ന് ഞങ്ങളാരും ഇതുവരെ മുക്തരായിട്ടില്ല. അതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാൻ പോലും പറ്റില്ല. കാലികരായതിൻ്റെ പേര് ഷൂട്ടുണ്ടാകത്തൊന്നും കയറാൻ പറ്റില്ല. പിന്നെ പുറത്തൊന്നും തൊഴുത് പോകുന്നു. നമ്മളൊറ്റ പ്രാർത്ഥന മാത്രമല്ല, ഇതിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അമ്മ അതിനുള്ള ശിക്ഷ കൊടുക്കണം. ഇന്നിവിടെ കമ്പപ്പുരയില്ല. ദുരന്തത്തിനു ശേഷവും ആഘോഷമായി ഉത്സവം കൊണ്ടാടാറുണ്ടെങ്കിലും പുറ്റിങ്ങൽ പിന്നീട് ഇങ്ങോട്ട് വെടിക്കെട്ട് കണ്ടിട്ടേയില്ല. ഒരു ദുരന്തം നാടിനേൽപ്പിച്ച ആഘാതം അത്രയും വലുതായിരുന്നു. ആ ഇരുണ്ട മണിക്കൂറുകൾ മറക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നും ഇവിടം. പക്ഷേ വെടിക്കോപ്പുകളിൽ തീരുന്ന ജീവിതങ്ങൾ വീണ്ടും വീണ്ടും കൺമുന്നിൽ ഇങ്ങനെ തെളിയുമ്പോൾ പുറ്റിങ്ങലുകാർ ഓർത്തെടുക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ ആ ഇരുണ്ട അധ്യായത്തെ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.